ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരുന്ന ദേവസ്വം ബോർഡിൽ കുറെ അധികം നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് വന്നു. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്റ്റോർ റൂം ഗാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ വീഡിയോസ്, കോണ്ടന്റ് സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് നിങ്ങൾക്ക് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്ന് വളരെ പെട്ടെന്ന് തന്നെ എക്സാംസ് നടക്കുന്നതും വളരെ പെട്ടെന്ന് തന്നെ നിയമനങ്ങൾ നടക്കുന്നതുമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് തയ്യാറാകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സ് വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കസ്റ്റമർ കെയറിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തസ്തികയില്ല. ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വെക്കുക, 30/9/2025 വരെ. അപ്പൊ 30-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ലാസ്റ്റ് ടൈമിലേക്ക് വെയിറ്റ് ചെയ്യണ്ട. പിന്നെ ഇതിൽ 9 ഒഴിവുകളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഒഴിവുകൾ നിങ്ങൾ കാര്യമാക്കണ്ട, ബിക്കോസ് ഇത് കൊറോണയ്ക്ക് മുമ്പാണ് ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ മേ ബി ഒഴിവുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് 9 ഒഴിവുകളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കൂടെ വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു അതായത് മെയിൽ ഇതിൽ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് ഫോർഗെറ്റ് പാസ്വേഡ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കൊടുത്തു കയറാം. അതല്ല നിങ്ങളുടെ ഐഡിയും പാസ്വേഡും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത്, അതിപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാവൻകൂർ ആയിക്കോട്ടെ, മലബാർ ആണ്, എവിടെയാണെങ്കിലും നിങ്ങൾ ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐഡി വഴി വെച്ച് തന്നെ കയറിയിട്ട് കാറ്റഗറി നമ്പർ കൊടുത്താൽ മതി. 041/2025 ആണ്. അപ്പൊ ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ ട്രാവൻകൂർ, കുടൽമാണിക്യം, അതേപോലെ തന്നെ നമ്മുടെ മലബാർ, ഇവിടെ ഒക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ടായിരുന്നു പല പോസ്റ്റുകളിലേക്ക്. അപ്പൊ ഇത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. 26,500 മുതൽ 60,700 വരെയാണ് സാലറി പറയുന്നത്. സോ ഇതിന്റെ ഒരു PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ക്വാളിഫിക്കേഷൻ +2 ആണ്. +2നോടൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുറഞ്ഞത് ഒരു 165 സെന്റിമീറ്റർ ഉയരം ഉണ്ടാവണം. ഭാരം കുറഞ്ഞതാണ് 50 കിലോ പറയുന്നത്. നെഞ്ചളവ് കുറഞ്ഞത് 81 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വികാസം, കാഴ്ചശക്തി സ്റ്റാൻഡേർഡ് വിഷൻ മതി. പിന്നെ സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ കുറച്ച് കോമ്പറ്റീഷൻ കുറയും. എന്ന് വെച്ചാൽ അത്ര ഈസി ഒന്നും അല്ല കേട്ടോ എക്സാം. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. നേരിട്ടുള്ള നിയമനമാണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണ് 5 വർഷം, ഏജ് റിലാക്സേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് കേട്ടോ. അതായത് നമ്മള് ജനറൽ OBC 500, SC/ST 250 രൂപ. പിന്നെ LDC-യിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുമതത്തിലെ സംവരണേതര സമുദായത്തിൽപ്പെട്ടവർക്കും സാമ്പത്തികമായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% സംവരണം നൽകുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുടുംബത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സഹകരണ മേഖലയിലെയോ സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായമോ ഗ്രാന്റോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ള റെഗുലർ ജീവനക്കാർ ഉണ്ടായിരിക്കരുത്. പാർട്ട് ടൈം ആണ്, കുഴപ്പമൊന്നുമില്ല. ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന ഒരു അംഗവും ഉണ്ടായിരിക്കരുത്. കുടുംബത്തിന് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത്. മാസവരുമാനം എല്ലാവിധ സ്രോതസ്സിൽ നിന്നുമായി 25,000 രൂപയിൽ കവിയരുതെന്ന് പറയുന്നു. അപ്പൊ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവരണം ആവശ്യപ്പെടുന്ന ആള് വരാം, അയാളുടെ മാതാപിതാക്കള്, അയാളുടെ ഭാര്യ, ഭർത്താവ്, 18 വയസ്സ് പൂർത്തിയാക്കാത്ത മക്കൾ, സഹോദരങ്ങൾ, ഇതാണ് കുടുംബം എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ അയക്കാൻ. www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ +2 മാത്രമേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ LDC-യുടെ ഞാൻ ഒരു വീഡിയോ ആർക്കൊക്കെ അപേക്ഷിക്കാൻ ഒരു വീഡിയോ ചെയ്തതിന് തൊട്ട് താഴെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. 1-2 ഞാൻ റിപ്ലൈ കൊടുത്തു. മക്കളെ, ഈ വേർഡ് പ്രോസസ്സിംഗ് നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ BC ആണോ MC ആണോ എനിക്ക് പറ്റുമെന്ന്, ഇപ്പൊ PGDC
ആണോ DC ആണോ? അപ്പൊ നമ്മൾ ഏത് കോഴ്സ് ആണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അതില് വേർഡ് പ്രോസസ്സിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇക്വലന്റ് വെച്ച് കൊടുത്ത് അപ്ലൈ ചെയ്യാം. അല്ലാത്തവർ അപ്ലൈ ചെയ്യേണ്ട, പൈസ പോകുന്നേ ഉള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ DTP കോഴ്സ് ആണ് ഈവൻ നിങ്ങൾ പഠിച്ചെങ്കിൽ അതിലൊരു പോർഷൻ വേർഡ് പ്രോസസ്സിംഗ് എന്നുണ്ടെങ്കിൽ അത് ഇക്വലന്റ് വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന് അങ്ങനെയല്ല, ഫിസിക്കൽ +2 മാത്രമേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത്. അപ്പൊ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കോമന്റ് ആയിട്ട് ഇട്ടേക്കുക. അതുപോലെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് കോഴ്സിന് പരീക്ഷയ്ക്ക് തയ്യാറാക്കാൻ കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് സെഷൻസ് നമുക്കുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.